Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, വളരെ കുറച്ച് പേരേ ഉള്ളല്ലോ. എന്തുപറ്റി? വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ അതോ കുട്ടികളുടെ പരീക്ഷയാണോ? അറിയില്ല മാം, കയറുന്നുണ്ടാവും. ഞാൻ നേരത്തെ ആയിരിക്കൂലേ. ഓക്കെ, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. ഞാനും ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ മറന്നുപോയല്ലോ എന്ന് വെച്ചിട്ട്, നാളത്തെ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഈവനിങ് 7:30 ആയിരിക്കും കേട്ടോ. നാളെ ഉച്ചയ്ക്കില്ല. 12 to 1 ക്ലാസ് ഈവനിങ് 7:30. ചിലപ്പോൾ ഞാനൊരു 9 o'clock വരെയൊക്കെ എടുക്കുമായിരിക്കും. നമുക്ക് പോർഷൻസ് തീർക്കേണ്ടതുണ്ട്, കാരണം എക്സാം അടുത്ത് വരുവാണ്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാനേ, എന്തെങ്കിലുമൊക്കെ ജോയിൻ ആവുകയാണെങ്കിൽ. രണ്ട് ബുക്കൊന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ കാണിച്ചിട്ടുണ്ടോ അറിയില്ല. ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് നല്ലൊരു ബുക്കാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതില് ഡോക്ടർ മോണ്ടിസോറി വേൾഡ് വൈഡ് ട്രാവൽ ചെയ്തതും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ മെത്തേഡ് കൊടുത്തപ്പോ അവിടെ കുട്ടികൾ അത് ചെയ്യുന്നതും അതിന്റെ പിക്ചേഴ്സും എല്ലാം ഇതിലുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും വന്നപ്പോൾ ഉള്ളതാണിത്. ഒരു 1 minute ഒന്ന് തരാമോ? ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ ആ സമയത്ത് ഇതിന് കൊടുത്തിരിക്കുന്ന പ്രൈസ് 325, പക്ഷെ അന്ന് എന്തോ ഓഫർ പ്രൈസ് എനിക്ക് 300 താഴെ കിട്ടി. അപ്പൊ ഇതില് എവിടെയൊക്കെ അവര് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അവര് നടത്തിയ ഒരു റെവല്യൂഷനും അവിടുത്തെ ഓരോ സ്കൂളുകളിൽ ഇത് നടന്നതും അവിടെ കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ലൈൻ വരച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതിലൂടെ കുട്ടികളെ നടത്തും. അതെല്ലാം അതിനകത്ത് എക്സസൈസ്, ബാലൻസ്, ബോഡി ബാലൻസ്, ബോഡി കൺട്രോൾ, അതിനെല്ലാം വേണ്ടിയിട്ട്. പിന്നെ മെറ്റീരിയൽസിനെ കുറിച്ചും ഓരോ മെറ്റീരിയൽസ് അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടും. ചെറിയ അക്ഷരമാണ്, എന്നാലും റീഡബിൾ, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നതാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇവിടെ ശരിക്കും ഒരു മണ്ണും ചിരട്ടയും ഒക്കെ യൂസ് ചെയ്തത് മുംബൈയിലാണിത്. താഴെ പാകിസ്ഥാനിലെ അവർ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണാം. ക്ലീൻ ചെയ്യുന്നതും നമുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ബുക്ക് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ബുക്കാണ്. മറിയ മോണ്ടിസോറിയുടെ ഓൺ ഹാൻഡ് ബുക്ക്. അവർ എഴുതി വെച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് ഏകദേശം ഒരു 500 അടുത്തായി ഈ ബുക്കിന്. ഡോക്ടർ മോണ്ടിസോറീസ് ഓൺ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അതിൽ അവരുടെ കുറെ ഒബ്സർവേഷൻസ്, അവർ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും കുട്ടികൾക്ക് അത് കൊടുത്തില്ല ആ ഒബ്സർവേഷനും എല്ലാ കാര്യങ്ങളും, എന്തുകൊണ്ടാണ് അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തതെന്നും അതിൽ ഓരോന്നും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളും എല്ലാം ഇത്. ഇങ്ങനെ 2 ബുക്കിന്റെ പേഴ്സണൽ കോപ്പിയാണ് എനിക്കുള്ളത് കേട്ടോ. മറിയ മോണ്ടിസോറിയുടെ പറയുവാനുണ്ട്. പിന്നെ ഞാൻ ക്ലാസ്സിൽ നിങ്ങളെയൊക്കെ ഹെലൻ കെല്ലറെ കുറിച്ചിട്ട് ഒക്കെ സെമിനാർ എടുത്തിരുന്നു. പിന്നെ ഹെലൻ കെല്ലറിന്റെ ബുക്ക് സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലറിന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ട്.
അങ്ങനെ പിന്നെ APJ അബ്ദുൽ കലാം, അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത പലരുടെയും ബുക്സ് കളക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും മുഴുവനും വായിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. മോണ്ടിസോറി പഠിച്ച സമയത്ത് ഡോക്ടർ മോണ്ടിസോറിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഓൾ അസെറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചതാണ്. ഓക്കെ ഫൈൻ, എല്ലാവരും ഇതെല്ലാവരും ജോയിൻ ആയെന്ന് വിചാരിക്കണം. സോ ബാക്ക് ടു ക്ലാസ്. ബിഫോർ ദാറ്റ് പ്രേയർ ആരെങ്കിലും ഉണ്ടോ? യെസ്, പ്രേയർ ഇല്ല. പ്ലീസ്. ആരും പ്രേയർ ഇല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രേയറിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് വി നീഡ് മോർ ടൈം ടു കംപ്ലീറ്റ്. യെസ്, ചെയ്യാം, പ്രയർ ചെയ്യാം. ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹിതമാം ഭക്തി ദണ്ഡാനമിങ്ങേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി ജനതൻ ചിന്തയിൽ കൺമണിയായി നിയതം വസിപ്പൂ പരം പൊരുളേ നീ ജനതൻ മാനസ കൂരിരുൾ നീക്കി ധവള പ്രകാശം പരത്തു നീ എന്നും ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹിതമാം ഭക്തി ദണ്ഡാനമിങ്ങേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഓക്കെ, വൺസ് അഗെയിൻ ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ എവിടെ വരെയായി? തേർഡ് യൂണിറ്റ് കഴിഞ്ഞോ? പാർട്ട് 3-ലെ യൂണിറ്റ് 4 എടുക്കാണ് മാം. സെൽഫ് കൺസ്ട്രക്ഷൻ. സെൻസിറ്റീവ് പീരീഡ് അത് പറഞ്ഞു. എന്തോ യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷനകത്ത് സെൻസിറ്റീവ് പീരീഡ് പറഞ്ഞു. സെൻസിറ്റീവ് പീരീഡിനെ ഡിവൈഡ് ചെയ്ത ഏരിയ നിങ്ങളോട് വായിച്ച് നോക്കിയിട്ട് ക്ലാസ് തന്നെ റീഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞിട്ടോ? അങ്ങനെ പറഞ്ഞിട്ടോ? അങ്ങനെ പറഞ്ഞു. ഇന്ന് എന്റെ ക്ലാസ് അല്ലാത്തോണ്ട് ചിലപ്പോ അത് ഓർത്തിട്ടുണ്ടാവില്ല അല്ലേ? പ്രിപ്പയർ അല്ല മാം. പ്രോ. സോ നമ്മള് സെൻസിറ്റീവ് പീരീഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, സോ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മള് ബട്ടർഫ്ലൈയുടെ മെറ്റാമോർഫിസിസ് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു മെറ്റാമോർഫിസിസ്, അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ ചേഞ്ചസ്, പരിണാമം, മാറ്റം എന്നൊക്കെ പറയുന്നത്. അവരുടെ ആ ഒരു ഓരോ പീരീഡിലും എന്തെല്ലാം കാര്യങ്ങൾ വ്യത്യാസങ്ങൾ വരും. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലൈഫിലെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് തന്നെ പറയാം. ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന പോലെ തന്നെ ആ ഒരു വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സമയത്ത് തന്നെ അവരുടെ മൈൻഡും അബ്സോർബൻ മൈൻഡാണ്. അവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവരങ്ങനെ സറൗണ്ടിങ്സ് ചെയ്ത് അബ്സോർബ് ചെയ്യും.
മറിയ മോണ്ടിസോറി ഒരു കുട്ടിയുടെ ലൈഫിൽ സെൻസിറ്റീവ് പീരീഡിനെ പല എൻവയോൺമെന്റിലെ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 ഏരിയയിലാണ് ആ ഒരു സെൻസിറ്റിവിറ്റി, ആ ഒരു സെൻസിറ്റീവ് നമ്മൾ ആ ഓർഡറിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. ഒരു കുട്ടി വാശിയെടുത്ത് കരയുന്നത് അതൊക്കെ പറഞ്ഞല്ലേ പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ പറഞ്ഞു. ഓർഡർ കഴിഞ്ഞു മാം, ഇനി സെൻസ് ആണ്. സെൻസിറ്റിവിറ്റി ത്രൂ ലേണിംഗ് ത്രൂ 5 സെൻസസ്. ഓക്കെ സർ. സോ അതാരാ ഒന്ന് റീഡ് ചെയ്യാം? Read ചെയ്യാം. Sensitive to learning through five senses. The young child has a natural excitement to explore the environment. The child must have object to explore in order to develop his neurological structures for observing and thinking. Montessori said the tongue which he uses for speaking and the hands which he employs for work are more intimately connected with his intelligence than any other part of the body. She referred to them as the instruments of man's intelligence. In order to develop his mind, a child must have objects in his environment which he can hear, see, and manage with his hands. It is important to note that the children's actions are not due to random choice, but directed by his inner needs for development. Now the child's movements are not due to chance. He is making the necessary coordinations for organized movement directed by his ego, which command from within. Montessori placed a particular attention upon the importance of training the child to make prejudice. Much of the didactic materials are concerned with the refinement of the sense. Through sensory education, children are helped to formulate and categorize a sense of perception into an inner mental order. Okay, so sensitive to learning through their 5 senses. കൊച്ചുകുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കളർ, എന്തെങ്കിലും മൂവി ആണെങ്കിൽ അതിൽ വിഷ്വൽ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കേൾക്കുന്ന ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കും. അവർ ആ ശബ്ദം റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. ഡോഗ് ബാർക്കിംഗ്, കാറ്റ് മൂവിങ്, അങ്ങനെയുള്ള കാര്യം. പിന്നെ അവർക്ക് പരിചയമുള്ള ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് അവർ ആ ഭാഗത്തേക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ലേണിംഗ് നടക്കുന്നത്. അപ്പൊ എപ്പോഴും എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ, പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് എല്ലാ ഹ്യൂമൻ ബീയിങ്. പേജ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കൂ. 108. എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനുള്ള ഒരു ടെൻഡൻസിയാണ് എന്താ പറയാ, എക്സ്പ്ലോർ ചെയ്ത് പോവുക. അതാണ് നമ്മളെല്ലാരും ഒരു അവധി കിട്ടി അപ്പൊ എവിടെയെങ്കിലും ഔട്ടിങ് പോകുക, എവിടെയെങ്കിലും കറങ്ങാൻ പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലെ. അറ്റ്ലീസ്റ്റ് ഫുഡ് എക്സ്പ്ലോറേഷനെങ്കിലും പോകും. അങ്ങനെ അപ്പൊ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും പുറത്ത് പോയി കാഴ്ചകൾ കാണുന്നതുമെല്ലാം. മോണ്ടിസോറി പറയുന്നത് ടങ്, അതായത് ആ അവര് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാൻഡ്സ്, ഈ രണ്ടുമാണ് അവരുടെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അവരുടെ വർക്ക്, അവരുടെ ജോലിക്കുള്ള ഇൻസ്ട്രുമെന്റ്സ്, അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ്സ് ആണ് ടങ് ആൻഡ് ഹാൻഡ്സ്. ഇത് ഇന്റിമേറ്റ്ലി കണക്റ്റഡ്, ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ഉപയോഗിക്കാത്ത ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും. മാക്സിമം കുട്ടികൾ ഇങ്ങനെ സംസാരിക്കാനും അവരുടെ കൈകൊണ്ട് പല ആക്ടിവിറ്റീസ് ചെയ്യാനും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഒരു ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഒരു മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ടങ് ആൻഡ് ഹാൻഡ്സ്. മൈൻഡ് ഡെവലപ്മെന്റ്, അതായത് കുട്ടികൾക്ക് പല കാര്യങ്ങളും ഇപ്പൊ നമുക്കറിയാം. ടോയ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഏജിനനുസരിച്ച് ഇപ്പൊ ടോയ്സ് അങ്ങനെ കാണാം. 1+, 2+, 3+ ഏജിലുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ ടോയ്സ് ഒക്കെ വളരെ സയന്റിഫിക് ആയിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ആളുകള്, പാരന്റ്സ് അത് മാക്സിമം കുട്ടികളുടെ ഏജിനനുസരിച്ച് ഓരോ ടോയ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ കുട്ടി അവന്റെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ കേൾക്കാനും കാണാനും കൈകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് തന്നെ ചെയ്യും.
അങ്ങനെ ഈ നടക്കുന്ന ആക്ഷൻസ് പലതും ഇങ്ങനെ റാൻഡം ചോയ്സ് അല്ലാണ്ട് ഇങ്ങനെ ഇത് ചെയ്യും അത് ചെയ്യും അടുത്തത് ഇത് ചെയ്യും അങ്ങനെയല്ല, റാൻഡം ആയിട്ടാണ് അവർ പലതും ചെയ്യുന്നത്. പക്ഷെ അത് അവരുടെ ഡെവലപ്മെന്റിലേക്ക് അവരെ ഗൈഡ് ചെയ്യും. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ മൂവ്മെന്റ് ഒന്നും ബൈ ചാൻസ് ഒന്നുമല്ല, എന്തെങ്കിലും അവരുടെ ഇന്നർ ഗൈഡ് ആയിരിക്കും അവരെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓർഗനൈസ്ഡ് മൂവ്മെന്റ്, ബോഡിയുടെ ഒരു കോർഡിനേഷൻ, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ ഇന്നർ ഗൈഡ്, ഈഗോ വെച്ചിരുന്നു ഉള്ളിൽ നിന്നും അവരെങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കമാൻഡ് അവരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് അവരതിനനുസരിച്ചായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ മുൻവിധി എന്ന് പറയുള്ളൂ, അതായത് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിൽ അവർക്ക് ഓൾറെഡി ഒരു ഡയറക്ഷൻ ഉണ്ടാകും. അത് വെച്ചിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത്. ഡൈഡാക്ടിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള മെത്തഡോളജിയിൽ യൂസ് ചെയ്യുന്ന, അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്, അല്ലാതെ ഒരു മിയർ ടോയ് ഒന്നുമല്ല. ആ ഒരു മെറ്റീരിയൽ വെച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിയുടെ പല ഏരിയയിലുള്ള ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. സെൻസസ് യൂസ് ചെയ്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ്, പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പലതും സെൻസസ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ തിരിച്ചറിയുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സെൻസറി എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു സെൻസ്, അവരുടെ ഇന്നർ ഗൈഡ്, ഇന്നർ മെന്റൽ ഓർഡറിന്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ അവരതങ്ങനെ ചെയ്തു പോകും. ഉള്ളിൽ നിന്നും അവരെ ഒരു ഇന്നർ ഗൈഡ് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്, ഡു ദിസ് ലൈക്ക് ദിസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഓൾറെഡി അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അങ്ങനെ സേവ് ചെയ്ത് വെച്ചതുപോലെ ഉണ്ടാകും, ഒരു ഇംപ്രഷൻസ് ആയിട്ട് ഉണ്ടാവും. അവർക്കറിയാം ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ സെൻസസിനെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻസോറിയൽ മെത്തേഡ് ആണ് ഈ ഒരു എഡ്യൂക്കേഷനിൽ ഡോക്ടർ മോണ്ടിസോറി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ കൈയും ടങ്കുമാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ ഈ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. ആരെങ്കിലും വായിച്ചോളൂ കേട്ടോ. Sensitivity to small objects. Children have the craving to pay attention to small objects from 2 years of age. A toddler for people, when taking a stroll in a garden, will focus his attention on a ladybird or army of ants zigzag passage instead of looking at the breath. Taking view of a sense. Sensitivity to small objects is an important development because it helps widen the child's observation and allows the child to concentrate his intellectual powers on a specific problem. Sensitivity to small detail draws the child to the finest objects. When the child is drawn to small things, the sensitivity holds the child's attention there for an extended period. The ability to focus. വളരെ സിമ്പിളാ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? കുട്ടികൾക്ക് വളരെ ചെറിയ കാര്യങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും. നമുക്കറിയാം, നിലത്ത് എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ ഒരു കടുകുമണിയാണെങ്കിൽ കൂടി നമ്മുടെ കണ്ണിൽ പെട്ടില്ലെങ്കിലും ഇവരത് എടുത്തുകൊണ്ട് വരും. അങ്ങനെ അവര് വളരെ ശ്രദ്ധിച്ചിരുന്ന് ഇങ്ങനെയുള്ള ചെറിയ ഉറുമ്പ് പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ ചെറിയ കിടികളെ കാണുമ്പോൾ അങ്ങനെ ചെറിയ എന്തിനോടും അവർക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും ആ സ്മോൾ ഒബ്ജക്ട്സിനോട്. അത് അവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ, ഇതിനെയെല്ലാം ഇംപ്രൂവ് ചെയ്യിക്കുന്നു, ഡെവലപ്പ് ചെയ്യിക്കുന്നു. ആ സ്മോൾ ഡീറ്റെയിൽസ് ഒക്കെ ഫൈൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് മനസ്സിലാക്കാനും. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ ആക്ടിവിറ്റി കൊടുക്കില്ലേ, 2 പിക്ചേഴ്സ് തന്നിട്ട് അതിന്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അവർ ശ്രദ്ധിച്ചു നോക്കും, എത്ര മൈന്യൂട്ട് ഡിഫറൻസ് ആണെങ്കിലും അവർ കണ്ടുപിടിച്ചു കൊണ്ടുവരും. അങ്ങനെ ആ ഒരു ലേണിംഗിൽ ആ ഒരു സെൻസിറ്റിവിറ്റി അവർക്കുണ്ട്, സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. പെട്ടെന്നാണ് നമ്മളെ പോലെ നമുക്ക് ചിലപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഏത് ഏജിലാണെങ്കിൽ ആ ഒരു എനർജറ്റിക് ആയിട്ട് അവർ പഠിക്കുന്ന ഒരു ലേണിംഗ് നടക്കുന്ന ഒരു കോൺസെൻട്രേഷനോട് കൂടി ലേണിംഗ് നടക്കുന്ന ഏജിൽ അവർക്ക് അത് വളരെ ഈസി ആയിട്ട് പറ്റും.
നെക്സ്റ്റ് അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുന്നു, കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ എല്ലാം ഈ ഒരു സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികളിൽ നല്ലപോലെ കൂടും. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്. യെസ്, ആരാ റെഡി ചെയ്യാം? ഞാൻ വായിക്കാം. Sen- Sensitivity to coordination of movement or walking. Child enters into this period at about 2.5 till 4 years of age. Coordination of movement means bringing the body under the control of will. It is important to note that existence of the sensitive period for coordination of movement only means that there is a voluntary appetite to perform and repeat movement purely for the sake of gaining after and more precise control. നമുക്കറിയാം, ഒരു വയസ്സൊക്കെ ആകാറാവുമ്പോഴേക്കും കുട്ടികൾ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങും. പക്ഷെ ഒരു വേച്ച് നടക്കുന്ന പോലെ അവർക്ക് ആ ഒരു കറക്റ്റ് ബോഡി ബാലൻസും കോർഡിനേഷനും ഒന്നും കിട്ടിയിട്ടില്ല, വീണ്ടും എണീറ്റ് നടക്കും. അങ്ങനെ ഒരു 2.5 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അവരുടെ ബോഡി കോർഡിനേഷൻ അത് കറക്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. 4 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴേക്കും അത് കറക്റ്റ്. അതാണ് 4 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികളെ ഡാൻസ്, കരാട്ടെ അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്ന രീതിയിലുള്ള അതിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. ഓക്കെ, ബോഡി കോർഡിനേഷൻ. ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ആ ബുക്കിൽ പറഞ്ഞു, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ മുകളിലൂടെ കുട്ടികൾ നടത്തുക. നിങ്ങൾക്കൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം. അത് അവരുടെ ബോഡി ബാലൻസ്, ബോഡി കോർഡിനേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ച് ആ വരയിൽ കൂടെ തന്നെ നടക്കാൻ നോക്കും, ഒരു കളി പോലെ തന്നെ. അവർക്ക് അതൊരു ഗെയിമാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ അവരുടെ ബോഡി ബാലൻസിന് കൺട്രോളിന് വേണ്ടിയിട്ടാണ്, ആ ഒരു കോർഡിനേഷൻ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അവനവന്റെ ഒരു കൺട്രോളിൽ തന്നെ ബോഡി വരുന്നു, കൺട്രോൾ ഓഫ് വില്ലിൽ വരുന്നു. എപ്പോഴും ഈ ഇങ്ങനെ നമ്മള് കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് നടന്ന് ചിലപ്പോ വീഴും, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വേച്ച് പോകും. പാദം ശരിക്കും ഇങ്ങനെ ഉറച്ചിങ്ങനെ ആവില്ല. കുറെ അവര് നടക്കുമ്പോഴാണ് അത് ശരിയാവുന്നത്. പ്രായമായ ആൾക്കാർ പറയില്ലേ, കുട്ടി എടുക്കരുത്, നടക്കാൻ തുടങ്ങിയെങ്കിൽ നടന്നോട്ടെ എന്നൊക്കെ നമ്മള് പ്രായമാര് പറയും. അത് ആ റിപ്പീറ്റ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ആണ് അവരുടെ ആ പെർഫോമൻസ് കറക്റ്റ് ആക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് നല്ല രീതിയിൽ ബോഡി കൺട്രോൾ വരുന്നത്. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്. Sensitivity to language. Sensitivity to language begins early in the child's life. The baby begins to replicate the speaking sounds it hears. The baby hears sounds, musical melodies, dog barking, etc. The fact that he does not imitate these sounds shows that babies possess sensitivity towards human language. In the case of language, it seems that the absorbent mind of the child makes a creative achievement unconsciously under the sense of a special sensitivity that enables it to select certain sound from all the other phenomena in the environment. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ രസ്ന? എക്സ്പ്ലെയിൻ അബ്സോർബന്റ് മൈൻഡ്, അതായത് അവര് ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെലഡിയസ് മ്യൂസിക്സും പിന്നെ അതുപോലെ സൗണ്ട്സ്, ഡോഗ് ബാർക്കിംഗ് ആണ് ഫസ്റ്റ് അവര് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് അവര് ഇമിറ്റേറ്റ് ചെയ്യാറില്ല. അവര് in fact that does not imitate these sounds shows the baby's possess sensitivity to human ലാംഗ്വേജിലേക്കുള്ള ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാവുക ചെയ്യുന്ന പറയുന്നത്. ശ്രദ്ധിക്കുമ്പോൾ അവരിൽ ഹ്യൂമൻ ലാംഗ്വേജസ് ശ്രദ്ധിക്കാനുള്ള ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നു. അതാണ് അബ്സോർബന്റ് മൈൻഡ് എന്ന് പറയുന്നത്. Under the sense of special sensitivity that allows certain sounds from all the other phenomena. Environment അതുപോലെ തന്നെ അതർ സൗണ്ട്സ് അവര് അബ്സോർബ് ചെയ്യാൻ തുടങ്ങുന്നു ഈ 1.5 to 3 years. പക്ഷെ മാം ഒരു 1.5 വയസ്സാവുമ്പോഴേക്കും അവരൊരു 14 വേർഡ്സ് എങ്കിലും പഠിച്ചിരിക്കണം എന്നിങ്ങനെ ഈ തെറാപ്പിസ്റ്റ് പറയുന്നത് കേട്ടു. കറക്റ്റ് ആണോ? 14 വേർഡ്സോ? മിനിമം ഒരു 14 വേർഡ്സ് എങ്കിലും
ഇത്രയും പറയില്ലേ പഠിച്ചിട്ടുണ്ടായിരിക്കും. അറിയാറില്ലേ? അതെ. അപ്പൊ അവരത് കേട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതല്ലേ സംഭവം? അതെ. അതായത് ഈ കുട്ടികള് ഒന്ന് ശ്രദ്ധിച്ചറിയാം, ചെറുതായിരിക്കുമ്പോ അവർ കേൾക്കുന്ന എല്ലാ ശബ്ദവും ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. പൂച്ച കരയുന്നതും ഡോഗ് ബാർക്കിങ്ങും ഏതെങ്കിലും കിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് അവർ തുടങ്ങും. പിന്നെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എന്നുള്ള ശബ്ദം അങ്ങനെയൊക്കെ. പക്ഷെ അവർ ഈ 1.5 വയസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് ടെൻഡൻസി ഹ്യൂമൻ ലാംഗ്വേജിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും. ആ ഒരു അതെ. സെൻസിറ്റിവിറ്റിയിലേക്ക് അവർക്ക് പോകും. ആ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവരത് റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് നോക്കുമോ, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഷ്ടം അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർ അതുപോലെ തന്നെ പറയാൻ നോക്കും. എന്റെ അനിയത്തിയുടെ മോള് ചെരുപ്പിന് പറയുന്നത് പാപ്പിലിന്ന്. അതെങ്ങനെ കിട്ടിയതാന്നറിയില്ല. അതെ ചെരുപ്പിന് പറയാ പാപ്പിലി. മോള് പല്ലിക്ക് പറഞ്ഞത് പിസ്ന്നായിരുന്നു. അതൊക്കെ അവരുടേതായ ഒരു ലാംഗ്വേജും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ ഇത് കറക്റ്റ് ആവുന്ന ഇതിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ പഠിക്കുന്നുണ്ട് അല്ലെ. ആദ്യം ഒരു കൂയിങ് സൗണ്ട്, ബാബ്ലിംഗ് സൗണ്ട്, അങ്ങനെ ഇങ്ങനെ വരും. പിന്നെ ടെലിഗ്രാഫിക് സെന്റൻസ് പറയാൻ തുടങ്ങും ഒരു 2 വയസ്സൊക്കെ ആവുമ്പോഴേക്കും. മീനിങ് ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ മീനിങ് ഫുൾ അല്ല, പക്ഷെ നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ടെലിഗ്രാഫിക് സെന്റൻസ് വളരെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് സെന്റൻസുകൾ പറയും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് മുഴുവനേ സെന്റൻസ് ആയിട്ട് പറയും. പിന്നെ ടെൻസ് ഫോംസ് മാറിപ്പോകും കുട്ടികൾക്ക്, അതുള്ളതാണ്. പക്ഷെ എന്നാലും അത് ശരിയാകും അല്ലെ. നാളെ വന്നു 1 വയസ്സും 5 മാസവും ഒക്കെ മോൾക്ക്. അനിയത്തിന്റെ കുട്ടിയാണേ. അവൾക്ക് എല്ലാം പറഞ്ഞാലെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തിരിച്ചു പറയുന്നത് ഇതുപോലെ 10-20 വേർഡ്സ് ഇങ്ങനെ ഉമ്മ, ഉപ്പ, അബ്ബ, ബാപ്പ, ഉപ്പാപ്പ, ഉമ്മമ്മ, ബോളിന് ബോള, ബല്ലോ, വെള്ളത്തിന് ബല്ലോ പറയും. അങ്ങനെ ഒരു 10-15 വേർഡ്സ് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നതെല്ലാം മനസ്സിലായി. ഇരിക്കുന്ന് പറയുമ്പോ എവിടെയാണോ അവളുടെ അവിടെ ഇരുന്നാല്. കുളിക്കാൻ പോവാന്ന് പറയുമ്പോഴേക്ക് ഡ്രസ്സ് മുകളിലോട്ട് പൊക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഡ്രസ്സ് അഴിക്കണം എന്നുള്ളത് മനസ്സിലായി, മുകളിലോട്ട് പൊക്കാൻ തുടങ്ങും. അങ്ങനെ എന്ത് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. 1 വയസ്സും 5 മാസമായി. ആ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലെ. അതെ, അങ്ങനെയാണെന്ന് തോന്നുന്നു. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവില്ലായിരിക്കും. പറയും, പക്ഷെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവില്ല. അപ്പൊ ആ ഒരു ഹ്യൂമൻ ലാംഗ്വേജിനുള്ള സെൻസിറ്റിവിറ്റി ശരിക്കും ആ ഒരു 1 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് നല്ല പോലെ ആവും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അവരുടെ ലാംഗ്വേജ് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. നമ്മളോട് എന്താ പറയുന്നത്. അതെ അത് ശരിയാ. കാരണം നമ്മളാണല്ലോ കൂടുതൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. എക്സ്പ്രസീവ് ആണ് അവർ കുറെ കൂടെ കുട്ടികൾ. അപ്പൊ ആ ഒരു എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാകുകയൊക്കെ ചെയ്യും. നമ്മള് കൂട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തിരിയുന്നു. അപ്പൊ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ അവളെന്താ ചെയ്യാന്ന് വെച്ചാൽ വളവളാന്ന് ഒരുമിച്ച് പറയും. എന്തൊക്കെയോ എന്തെല്ലോ പറയൂ. അതായത് കൂട്ടി ഇങ്ങനെ പറയൂ. അത് കണ്ടിന്യൂസ് വേർഡ്സ്. അത് അവള് വിചാരിക്കുന്നത് നമ്മളോട് പറയുന്ന അതപ്പൊ അതിന് തലയാട്ടി കൊടുത്താൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒബ്സർവ് ചെയ്ത കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ജോഫിക്ക് ഒക്കെ കുഞ്ഞു ബേബിയാ ഉള്ളതെന്ന് തോന്നുന്നു. ഏകദേശം ശരിക്കും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എത്ര ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. 1 വയസ്സ് ഒന്നും പറയാൻ പറ്റാത്ത എല്ലാം പിടിച്ചെടുക്കും. ഓക്കെ. സോ നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ടു സോഴ്സ് ആണോ? എന്താണ് ഒരു അബ്സോർബന്റ് മൈൻഡ് നമുക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് നൈറ്റ് ഞാൻ ചിലപ്പോ അതങ്ങ് മറന്നു പോകും. പക്ഷെ ഇയാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് എന്നെ ഓർമ്മിപ്പിക്കും. അമ്മ അത് അങ്ങനല്ലായിരുന്നു, അമ്മ ഇങ്ങനായിരുന്നു, അങ്ങനെ പറയും. അവരുടെ ഓർഡർ, അവർക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്. ആ രീതിയിൽ തന്നെ പോകും. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അടുത്തത് 2.5 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെ. ആരെങ്കിലും വായിച്ചു? സെൻസിറ്റീവ് ആര്യ വായിച്ചോ? അല്ല, ജോബി വായിച്ചോ? ഹലോ, വായിക്കുന്നില്ലേ?
അല്ല, ഞാൻ അടുത്ത വായിക്കാം. Okay. Sensitive to social aspect of life. 2.5 years, 5 years. Sensitive to social aspect of life being at 2.5 years of age, children reward special attention to other children of their own age. Children at about 3 are in loans. അതെന്തോ മാം? ലോൺസം പ്ലേ, ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക, അങ്ങനത്തെ. Lonesome play is the work of sensitive period facilitates recognizable affections and friendship to develop. In this way, the child learn to be part of a group. Okay. ഈ ഒരു ഏജ് 2.5 വയസ്സ് തുടങ്ങി 5 years നമുക്ക് നോക്കിയാൽ കാണാം കുട്ടികൾ തന്നെ താനെ ഇരുന്ന് കളിക്കുന്നത് കാണാം ചില സമയത്ത്. അപ്പൊ അവരുടെ ഒരു സോളിറ്ററി, ആ ഒരു ലോൺസം പ്ലേ, ഈ ഒരു അതുപോലെ തന്നെ അവര് ഫ്രണ്ട്സിന് ഗ്രൂപ്പിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, ആ ഒരു രീതിയിൽ ആ ഒരു വളരെ എന്താ പറയാ അറ്റാച്ച്മെന്റ് ചില ഫ്രണ്ട്സിനോട് തോന്നും. അങ്ങനെ അവരുമായി അതും ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കറിയാം ഒരു പിയർ ഗ്രൂപ്പ് വീട്ടിൽ ആ ഒരു അവരുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി വരുമ്പോഴേക്കും അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും, അവരോട് ഷെയർ ചെയ്യുന്നു, അവരുമായിട്ട് കളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ. 3 വയസ്സ് കഴിഞ്ഞ് സ്കൂളിലാക്കുമ്പോഴും ഇതാണ് കുറെ വിശേഷങ്ങൾ കൂടെ പഠിക്കുന്ന ആളെ പറ്റി പറയാനും അവർക്കുണ്ടാവും. അപ്പൊ ആ ലോൺസം പ്ലേയിൽ നിന്നും ഈ ഒരു ഡെവലപ്മെന്റിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അവർ സോഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യലൈസ് ചെയ്യുവാണ്, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. തന്നെ ചിലപ്പോ ഇങ്ങനെ സംസാരിച്ച് കളിക്കും. അപ്പൊ ഒരു കൂട്ട് കിട്ടുമ്പോ പിന്നെ അത് അവരോടാകും. അങ്ങനെയാണ് അവർ സോഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിത് 6 ഏരിയയിലുള്ള സെൻസിറ്റിവിറ്റിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ലാംഗ്വേജ്, ഓർഡർ, പിന്നെ സ്മോൾ ഒബ്ജക്ട്സ്, സോഷ്യലൈസ് ചെയ്യുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പറഞ്ഞു. അപ്പൊ ഇത് റൈറ്റ് എൻവിയോൺമെന്റ് കൊടുക്കുമ്പോഴാണ്, അതായത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻവിയോൺമെന്റിൽ മാത്രമാണ് ഈ ഡെവലപ്മെന്റ്, ഈ സെൻസിറ്റിവിറ്റിയിൽ വരുന്ന ഡെവലപ്മെന്റ് വരുന്നത്. അതേസമയം നല്ലൊരു എൻവിയോൺമെന്റ് ആണ് അല്ലെങ്കിൽ ഈ സെൻസിറ്റീവ് പീരീഡ് എല്ലാം താന്നു പോകും. അതാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. ദ എഫക്ട് ഓഫ് malnourishment of children from the right environment to the 6 sensitive periods. അതായത് നല്ല നമുക്ക് പറയില്ല, നല്ല ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും. അതുപോലെ തന്നെ നല്ല കുട്ടികൾക്ക് നർച്ചർ ചെയ്യാൻ, അവർക്ക് പോഷണം കിട്ടാൻ പറ്റുന്ന നല്ലൊരു എൻവിയോൺമെന്റ് ആണെങ്കിൽ മാത്രമാണ് അവരുടെ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ പോകുള്ളൂ. അങ്ങനെ നല്ല ഇതല്ലാത്തൊരു എൻവിയോൺമെന്റിലാണെങ്കിൽ ഈ 6 ഏരിയയിലും എന്താണ് സംഭവിക്കുന്നതെന്നാണ് നെക്സ്റ്റ് കാണുന്നത്. ഫസ്റ്റ് 2 ആരെങ്കിലും വായിക്കാം, അങ്ങനെ രണ്ടെണ്ണം ഇത് വായിക്കും കേട്ടോ. The effect of malnourishment of children from the right environment to the 6 sensitive period. First one, sensitive to order. If the sensitive to order lacking, the children may not be able to turn himself and create a mental picture of the world. Hence, he will feel very anxious and have no confidence in himself. രണ്ടാമത്തെ വായിച്ചോട്ടെ മാം. Second, sensitive to learn through their 5 senses. The children dispersed in of the right environment during the period. Example, the children is not allowed explore with material. It will inhibit the child from learning. Furthermore, the child may become more disaffected. This may be due poor development of will as he little or no opportunity to work the material in his environment. This in turn will lead to poor concentration. It would be difficult for the child to make comparison and judgment because the sensory exploration and exercise are meant to refine this power of the child. എൻവിയോൺമെന്റിന്റെ അപാകത, കുട്ടി വളരുന്ന സാഹചര്യങ്ങളിലെ കുറവുകൾ കുട്ടിയുടെ സെൻസിറ്റീവ് പീരീഡിനെ ബാധിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്.
സെൻസിറ്റിവിറ്റി ടു ഓർഡർ. കുട്ടിക്ക് അങ്ങനെയുള്ള ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അവിടെ ആവശ്യമുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും, അല്ലെങ്കിൽ കുട്ടിയെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാനായി, കുട്ടിയെ ഇങ്ങനെ അടച്ചിട്ട് വളർത്തുന്ന ചില കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവർക്ക് അറിയില്ല ഓർഡർ. അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. മറ്റു കുട്ടികൾ എന്താ, അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാം, അവരുടെ മനസ്സിൽ അവരതങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. രാവിലെ വീട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ വരും, എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഭക്ഷണം കിട്ടും, ഞാൻ എന്നെ കുളിപ്പിക്കും, ഞാൻ കളിക്കും, അങ്ങനെ ഒരു ഓർഡർ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. ചെറിയ കുട്ടികളുടെ കുറച്ചുകൂടി വലുതാകുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു മെന്റൽ പിക്ചർ അവന് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നു. അതേസമയം ചുറ്റുപാടുമായിട്ട് കണക്റ്റഡ് ആകാത്ത, അങ്ങനെ ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാത്തൊരു കുട്ടിക്ക് ഈ ഓർഡർ ഉണ്ടായിരിക്കില്ല. അവന് ഒരു കോൺഫിഡൻസും ഇല്ല, എന്താണ് നടക്കണേ ഒന്നും അവന് മനസ്സിലാവില്ല, എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ചും ഒരു ഐഡിയ കുട്ടിക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ്, ആ 5 സെൻസസ് യൂസ് ചെയ്ത് ലേൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കുട്ടിക്ക് കളറിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. കുട്ടിക്ക് കാരണം നമ്മള് ചില സ്കൂളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടിയില് നമുക്കറിയാം അതിന്റെ വീട്ടിൽ അത് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സ്കൂളിൽ വന്നത് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില കുട്ടികൾക്ക് ഒന്നിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അവർക്ക് ഈ പറയുന്ന പോലെ കളേഴ്സിനെ പറ്റി മനസ്സിലാവില്ല. പിന്നെ ചിലപ്പോൾ സ്വന്തമായിട്ട് ചെറിയ കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഇങ്ങനെ അടക്കി വെച്ച് വളർത്തുന്ന ചില കുട്ടികളുണ്ടല്ലോ, അവരിലാണ് ഈ പറഞ്ഞ എല്ലാ ഡിസബിലിറ്റീസും നമ്മൾ കാണുന്നത്, സെൻസിറ്റീവ് പീരീഡിലെ കുറവുകൾ കാണുന്നത്. റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു മെറ്റീരിയൽസ് വെച്ച് ഒന്നും അത് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ പുവർ ഡെവലപ്മെന്റ് ആയിരിക്കും കുട്ടിയിൽ വരുന്നത്. മെറ്റീരിയൽസുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെ പുവർ ആയിരിക്കും. നമ്മൾ ശരിക്കും കുട്ടികളെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹാൻഡ് ആണ് അല്ലെ, കൈകൊണ്ട് പല പല കാര്യങ്ങളും ചെയ്ത് അവരുടെ ഈ മസിൽസ്, ചെറിയ മസിൽസ് നല്ല പോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. സ്കൂളിൽ വരുമ്പോഴേക്കും എഴുതാനൊന്നും പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ സ്കൂളിൽ വന്ന് ഈ ശരിയായ രീതിയിൽ പെൻസിൽ പിടിക്കാത്ത കുട്ടികള്, അല്ലെങ്കിൽ കൈ എപ്പോഴും വേദനിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതാതിരിക്കുന്ന കുട്ടികളിലൊക്കെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ 5 സെൻസസ് വെച്ച് ഇവര് ലേൺ ചെയ്യുവാണെങ്കിലാണ് ഇവർക്ക് കളർ ഡിഫറൻസ് മനസ്സിലാകുക, സൈസിന്റെ ഡിഫറൻസ് മനസ്സിലാകുക, ഷേപ്പിന്റെ ഡിഫറൻസ് മനസ്സിലാകുക, കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലെ, നീളം കൂടിയത് നീളം കുറഞ്ഞതൊക്കെ മനസ്സിലാവണമെങ്കിൽ അവർ സെൻസസ് യൂസ് ചെയ്തിട്ട് അവർ ലേൺ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും ഒരു ഐഡിയയും കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള പവർ ഒന്നും ആ കുട്ടിക്ക് കാണില്ല. നെക്സ്റ്റ് 2. വായിക്കട്ടെ മാം. Sensitivity to small objects. The lack of the right environment for this sensitivity may demoralize the curiosity of the child is discovering new things. It will make him less observant of his environment and therefore affect his learning. The child might become very passive. Small details usually have a great impact towards the overall result. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് അതിനുള്ള എൻവയോൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവര് ക്യൂരിയോസിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്ത് പോകും. അവർക്ക് അതിനോടൊരു ക്യൂരിയസ് ആയിരിക്കൂല. ഒരു എക്സ്പ്ലോറിംഗ് ഒക്കെ സ്റ്റോപ്പ് ആയി പോകും. പിന്നെ ലെസ് ഒബ്സർവന്റ് ആയി പോകും. അതുപോലെ അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുക ലേണിങ്ങിനോട്. ഒരു പാസീവ് ആയിരിക്കും. ചിൽഡ്രൻസ് ആക്റ്റീവ് ആയിരിക്കൂല, ഭയങ്കര പാസീവ് ആയിരിക്കും. ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്തതുപോലെ ഉണ്ടാവാം. ഇതാണ് സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്റ്റ്. അതിനുള്ള എൻവയോൺമെന്റ് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സംഭവിക്കാവുന്നത്. So a child need proper environment to develop attention to small details. Otherwise, their curiosity and learning may decrease. അല്ലേ മാം? സ്മോൾ ഒബ്ജക്ട്സ് അവര് ഒബ്സർവ് ചെയ്യുമ്പോൾ ശരിക്കും അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക. നമ്മളല്ലാതെ വലിയ ക്ലാസ്സിൽ പോയിട്ട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. ചെറുപ്പം തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ അത് അവരുടെ ഈ ഒരു ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. അതിനൊരു ചാൻസ് കിട്ടാത്ത ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച് അതൊട്ടും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണർ ആയിരിക്കില്ല. കുട്ടി പാസീവ് ആയിരിക്കും. എന്താണോ ടീച്ചർ പറയുന്നത് അത് മാത്രം കേട്ട് അങ്ങനെ ഇങ്ങനെ പോകും. അവന്റെ സൈഡിൽ നിന്ന്
ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ വരും. യെസ്, അടുത്ത് പറയാം. Then sensitivity to coordination of movements. Walking for miles and climbing up and down the staircase has the purpose of advancing his movements. Providing the right environment for this sensitivity is important because children are continuously developing their growth and fine motor skills. The need to develop balance and agility are important in his self concept. അതായത് വാക്കിങ്ങും ക്ലൈംബിങ്ങും അതുപോലെ സ്റ്റെയർ കേസ് കയറുന്നതും ഇറങ്ങുന്നതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതിലൂടെയൊക്കെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ എല്ലാ ഡെവലപ്മെന്റിനും ഈ ചലനങ്ങൾ അത്യാവശ്യമാണ്. അപ്പൊ അതിനുള്ള എൻവയോൺമെന്റ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. ചില കുട്ടികളെ യെസ് പറഞ്ഞു. ഓക്കെ, അതല്ലേ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞതാ. എജിലിറ്റി കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. എജിലിറ്റി, ആ ഒരു അലർട്ട്നെസ് അവരുടെ മൂവ്മെന്റിൽ. കാരണം ചില കുട്ടികൾ നടക്കുമ്പോ എത്ര 4 വയസ്സ് കഴിഞ്ഞാലും അവരുടെ നടത്തം പ്രോപ്പർ ആയിട്ടുണ്ടാവില്ല. ആ ഒരു ഗ്രേസ്, ആ ഒരു ഭംഗി വന്നിട്ടുണ്ടാവില്ല. കാരണം അപ്പോഴും അവര് ആദ്യമായിട്ട് നടക്കുന്ന കുട്ടിയെ പോലെ നടക്കുന്നതായിട്ട് ഇങ്ങനെ കാണും. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഫാമിലി വന്ന് താമസിച്ചു. അവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പോഴല്ല കേട്ടോ, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 വർഷം മുമ്പ്. അപ്പൊ ഈ കുട്ടി മറ്റു കുട്ടികളുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നില്ല. ഇവര് ഈ വീടിനകത്ത് വെച്ച് ഇങ്ങനെ വളർത്തുക. എല്ലാരും പറഞ്ഞു കുട്ടികൾ ഇങ്ങനെ തമ്മില് കളിക്കണം, അത് അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കൊച്ച് അതിനൊരു 5 വയസ്സ് കാണുമായിരിക്കും. അവിടെയുള്ള അടുത്തുള്ള കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഭയങ്കര കാലുവേദന. ഇതിന് നടക്കാൻ പറ്റുന്നില്ല. ഇത് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ നടത്തം പഠിച്ച കുട്ടികൾ നടക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ അധികം നടത്താതെ പിന്നെ വീടിനകത്ത് തന്നെ പിടിച്ചു വെച്ചിട്ട് എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു വീട്ടിലെ മുറ്റത്ത് ചെരുപ്പിടാതെ കുറച്ച് നേരം നടത്തുക എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അതിന് കുറച്ച് പെയിൻഫുൾ ഒക്കെ ആയിരുന്നു, പക്ഷെ പിന്നെ അങ്ങോട്ട് ശരിയായി. അങ്ങനെ അതിന്റെ ആ മൂവ്മെന്റിലെ വ്യത്യാസം വന്നു. കാരണം കുട്ടി നടന്നിട്ടേ ഇല്ല, ഫുൾ ടൈം വീടിനകത്ത് തന്നെ വെച്ച് അവര് വളർത്തുമായിരുന്നു. ജനലും വാതിലും ഒന്നും അടച്ച് അങ്ങനെ. അപ്പൊ അവരുടെ വീടിനടുത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ കുറെ പേരൊക്കെ പറഞ്ഞു കുട്ടിയെ പുറത്തേക്ക് ഇറക്കണം. അങ്ങനെ അവൻ US എവിടെയാണ് കേട്ടോ, ജോബായി തോന്നുന്നു. 25 അത്ര വയസ്സായിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെ കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള വേറൊരു പെൺകുട്ടി ഇതുപോലെ തന്നെ നടക്കണ പ്രായമായപ്പം ഈ പാദം ശരിക്കും സ്ട്രൈറ്റ് പോണല്ലോ ഇവർക്ക്, ഇത് സൈഡിലേക്ക് ഇങ്ങനെ പോവാ പാദം. അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ അമ്മ അവരോട് പറഞ്ഞു ഇങ്ങനെ സൈക്കിള് ചവിട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മളുടെ പാദം ഇങ്ങനെ ഇരിക്കുക സൈക്കിൾ നല്ല ഉദ്ദേശത്തില് പറഞ്ഞു. പക്ഷെ അവർക്കത് ഇഷ്ടമായില്ല. അവരെന്നോട് പറഞ്ഞു എന്തിനാ ചേച്ചിയുടെ അമ്മ ഞങ്ങളോട് അങ്ങനെയൊക്കെ പറയണത്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി വീണ്ടും നടക്കും തോറും ഈ പാദം ഇങ്ങനെ സൈഡിലേക്ക് തന്നെ പോവാ. അങ്ങനെ പിന്നെ അവര് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറുടെ സജഷനും സൈക്കിൾ ഓടിക്കാനാണ്. ഒരു 2 വയസ്സാവാറായപ്പോഴേക്കും ഇങ്ങനെ ആ നടത്തം ശരിയാകാതെ വന്നത് സൈക്കിള് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സൈക്കിള് ചവിട്ടിക്കാൻ പറഞ്ഞു. അമ്മ അധികം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ അമ്മോട് പറഞ്ഞു നമ്മൾ പറയാൻ പറ്റുന്ന ഇടങ്ങളിലേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഡോക്ടർ സജസ്റ്റ് ചെയ്തു അത് തന്നെയായിരുന്നു. ഇപ്പൊ ആ മോളും ഏകദേശം 20+ ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ കുട്ടികളിലെ ആ ഒരു മൂവ്മെന്റ്സ് ശരിയാകാതെ ശരിക്കും ആ നടത്തം ശരിയായി വരുമ്പോഴാണ് അവർക്ക് പിന്നെ ബോഡി ബാലൻസ് കിട്ടുക. ആ ഒരു കോർഡിനേഷൻ, ആ ഒരു അതായത് അത് അലേർട്ടായിട്ട് സ്മാർട്ടായിട്ട് പോവാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത്. അങ്ങനെ നമ്മുടെ നടത്തം നല്ലതാവുമ്പോ തന്നെ നമ്മളുടെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഒരു സെൽഫ്, അത് നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകും. അതിലെ കുട്ടികളെ കുഞ്ഞുങ്ങൾ മുൻപാദം വെച്ച് നടക്കുന്നത് കാണാം. അതിനൊരു ഷൂ എന്റെ മോനും ആദ്യമൊക്കെ നടന്നേ കുപ്പൂറ്റി ഉറക്കാതെ ഇങ്ങനെ ഈ വിരലിന്റെ അവിടെ മാത്രം കുത്തി ഇങ്ങനെ ഓടുക. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേ. അപ്പം ഡോക്ടർ പറഞ്ഞത് ശരിക്കും നടന്നു നോക്കുമ്പോൾ ഓക്കെ ആവും. അവൻ ഓടുന്നത് അങ്ങനെ ആയിരുന്നു, പക്ഷെ നോർമലി നടക്കുമ്പോൾ നല്ലതായിട്ട് നടക്കും. ഇപ്പോഴും ഓടുമ്പോൾ ജസ്റ്റ് അങ്ങനെ ഓടുന്നത് ചില സമയത്ത്. കുഞ്ഞായത് 3 വയസ്സായുള്ളൂ. തന്നെയാ. അവന് 3 വയസ്സാവുന്നുള്ളൂ. ഇതുപോലെ ഉപ്പിച്ച് കുത്താതെയാണ് ഓടുന്നത്. ചില നേരത്ത് നടക്കുന്നത് അങ്ങനെ തന്നെയാ. ഷൂ ഒക്കെ ഇടുമ്പോഴോ ഇപ്പോഴും അങ്ങനെ തന്നെയാ? ചെരുപ്പൊക്കെ ഇടുമ്പോ ഇല്ല, ചെരുപ്പൊക്കെ ഇടുമ്പോ ഓടുമ്പോഴാണ്
ഉപ്പൂറ്റി പൊക്കിയിട്ട് അവര് ജസ്റ്റ് അങ്ങനെ കളിക്കുന്നതാ. ആ അതെ യെസ് ആ ജോഷി ഇവിടെ നല്ല മോ- രുചിയോടെ ആ മോന് അങ്ങനെയാ നടക്കുന്നത്. ചില സമയത്ത് കളിക്ക് നടക്കും, ഇങ്ങനെ ഉപ്പൂറ്റി ഇങ്ങനെ പൊക്കി പൊക്കിയിട്ട് ആ ഉപ്പൂറ്റി പൊക്കി തന്നെ ഓടും. നമ്മൾ ആ ലൈറ്റ് ഉള്ള ഷൂ വാങ്ങിച്ചു കൊടുക്കുമ്പോ അവര് അത് ഇങ്ങനെ പ്രസ് ആയാലല്ലേ ഈ ശബ്ദവും ലൈറ്റും വരുള്ളൂ. ലൈറ്റ് ബാക്കിൽ കത്തും. ലൈറ്റ് അത് വാങ്ങിച്ചു കൊടുത്ത് അവരോട് അങ്ങനെ പറയുമ്പോ അവര് പിന്നെ അങ്ങനെ അത് രീച്ച് നടത്തുമ്പോ ചെയ്തോളൂ. പക്ഷെ ചില കുട്ടികൾ അധികം നേരം അത് ഇടില്ല എന്ന് തോന്നുന്നു. എന്റെ മോനൊക്കെ മുതിർന്നവരിലും അങ്ങനെ കാണുന്നുണ്ട് മാം. ആ ആ ലൈറ്റ് കത്തുമ്പോ ഇട്ടോണ്ട് നടക്കും. മുതിർന്ന ഓക്കെ. ആൾക്കാരിലും അങ്ങനെ കാണുന്നുണ്ട് മാം, ഇങ്ങനെ ഉപ്പുറ്റി താഴെ പ്രസ് ചെയ്യാതെ നടക്കുന്നത്. ചെരുപ്പില്ലെങ്കിലാണ് അങ്ങനെ നടക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, അവർക്ക് അത് അങ്ങ് ശീലമായി അങ്ങനെ നടന്ന് ഉം. അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സിൽ 1-2 പേര് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ഉപ്പുറ്റി വെച്ച് നടക്കുന്നത് ട്രെയിൻ ചെയ്തെടുക്കണം എന്നാ തോന്നുന്നത്. കാരണം എന്റെ കസിന്റെ മോൻ ഇങ്ങനെയായിരുന്നു, ഉപ്പുറ്റി നിലത്ത് വെക്കുകയേ ചെയ്യില്ല, ഇങ്ങനെ തന്നെ നടക്കും. സ്പീഡിൽ നടക്കുമ്പോ നോർമലി വെക്കുമ്പോ കാല് താഴ്ത്തി വെക്കും, പക്ഷെ സ്പീഡിൽ നടക്കുമ്പോൾ ഉപ്പുറ്റി പൊന്തിച്ച് വെച്ചിട്ടാണ് നടക്കുക. അപ്പൊ അവനെ കണ്ണൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ 2 ഷൂസ് കൊടുത്തു, അമർത്തി വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള 2 ഷൂ കൊടുത്തു. ഇപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളം അവൻ അതന്നെ ഇട്ടിട്ടാണ് അവനെ ട്രെയിൻ ചെയ്തെടുത്തു. ഇപ്പൊ ഓക്കെ ആയി. ഈ ഫോറിനേഴ്സ് കണ്ടിട്ടില്ലേ, അവർ ചെരുപ്പ് ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൂറ്റി കുത്താതെ ഇങ്ങനെ കുറച്ച് ദൂരെ ഉള്ളെങ്കിൽ അവരങ്ങനെ നടക്കുന്നത് കാണാം. ഫോറിനേഴ്സിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പാദം മുഴുവനും ഇങ്ങനെ നിലത്ത് ചേർക്കാതെ അവരിങ്ങനെ നടക്കും ചെരുപ്പില്ലെങ്കിൽ. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സോ നെക്സ്റ്റ്, ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഡിഫോമിറ്റി, അതുപോലെ തന്നെ സോഷ്യലൈസിൽ ചെയ്യുന്നതിലെ ആ ഒരു കുറവുകളാണ്. നല്ല എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഈ ഏരിയയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇത് ആരാ ഒന്ന് റീഡ് ചെയ്യാം? 5ഉം 6ഉം. Sensitivity to language. If a child is not exposed regularly to language during this period of time, his language will be irrevocably damaged. He will become less sensitive to the sounds of his language and would have a difficult time learning the structure of his language. Children will also become less confident and may develop low self-concept due to his inefficiency to express himself. Sensitivity to the social aspects of life. Depriving the right environment for this sensitivity, the child will feel lonely, hence wanting a lot of attention from the parents. As a result, the child will become very unfriendly and antisocial. ആളുകളുമായിട്ട് ഇടപഴകാതെ, അതായത് നമ്മളിപ്പം ഒരു വീട്ടില് ചിലപ്പോ പറയില്ലേ, കുട്ടികളുടെ ലാംഗ്വേജ് ശരിയാകുമ്പോ അവിടെ വീട്ടിലധികം ആളില്ല കൊച്ചിനോട് സംസാരിക്കാൻ എന്നിങ്ങനെ പറയും. ആളുണ്ടായാലും ഇല്ലെങ്കിലും ഉള്ള ആളുകള് കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ അടുത്ത വീട്ടിലൊരു മുത്തശ്ശൻ കൊച്ചുമോളോട്, കുഞ്ഞു ജനിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ ഒരു സമയത്ത് പുള്ളി ഇങ്ങനെ പത്രം വായിക്കുമ്പോൾ മുന്നിലൊരു പായ വിരിച്ചിട്ട് കുട്ടി അവിടെ കൊണ്ടു കിടത്തും. ബാക്കി അമ്മമാർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പത്രത്തിലെ ന്യൂസും മുഴുവനും കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എത്ര നേരം വേണമെങ്കിലും. കുട്ടിക്ക് മാസങ്ങളേ ഉള്ളൂ, കുട്ടിക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ കൂടി അതിങ്ങനെ ഭയങ്കര ചിരിയും ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസീവും ആയിരുന്നു. അങ്ങനെ വേണമെന്നാ പറയണേ, കുട്ടികളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്ന്. അവർക്ക് കേട്ടാലും മനസ്സിലാവില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ സംസാരിക്കാനും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളിൽ ഈ ലാംഗ്വേജ് ഫോർമേഷൻ ഭയങ്കര താഴെയായിരിക്കും. സ്കൂളിൽ വരുമ്പോഴൊന്നും അവരുടെ സംസാരം ശരിയായിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. കാരണം ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം ആണല്ലോ. അവർക്കൊന്നും പറയാനോ എന്തെങ്കിലും വേണമെന്നോ ആവശ്യപ്പെടാനോ ഒന്നും അവർക്ക് അറിയില്ല. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും. ഒന്നിനെ കുറിച്ച് അവർക്ക് പറയാൻ അറിയില്ല. ലൈക്ക് അപ്പം മറ്റു കുട്ടികളാണെങ്കിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കും, കുറേ കാര്യങ്ങളെ പറ്റി പറയും. ഇവർക്ക് ഒന്നിനെ പറ്റിയും ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും.
ഓക്കെ, പിന്നെ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. കൂട്ടിലടച്ച പോലെ ജീവിക്കുന്ന അങ്ങനെ ഒരു എൻവയോൺമെന്റിലുള്ള ഒരു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ലോൺലി ആയിരിക്കും. ആളുകളെ കാണുമ്പോൾ അവർക്ക് ഷൈ ആയിരിക്കും, പേടിയൊക്കെ തോന്നും. അങ്ങനെയുള്ള കുട്ടികൾ അവർ പലപ്പോഴും അവരുടെ കെയർ ഗിവേഴ്സിൽ നിന്നുള്ള അറ്റൻഷൻ സീക്കിങ് ആ ഒരു ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ മറ്റാളുകളുമായിട്ട് ഇടപഴകില്ല, വാശി കാണിക്കും, അൺഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യും. ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരോട് വളരെ റൂഡായിട്ട് പെരുമാറുന്ന പോലെയുള്ള ആക്ഷൻസ് ഒക്കെ ആയിരിക്കും അവരിൽ നിന്ന് വരുന്നത്. ഇപ്പൊ അത്രയായിരുന്നു നമ്മള് സെൻസിറ്റീവ് പീരീഡിലെ ഈ 6 ഫേസസിൽ കുറവുകൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നത്. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു കുട്ടിയുടെ മൈൽ സ്റ്റോണിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സെൻസിറ്റീവ് പീരീഡ്. നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ പറഞ്ഞു കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. നെക്സ്റ്റ് വൺ അബ്സോർബൻ മൈൻഡ്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളെ അബ്സോർവ് ചെയ്യും, പെട്ടെന്ന് തന്നെ അവർക്ക് കാണുന്നതും കേൾക്കുന്നതൊക്കെ. ഇപ്പൊ ജോഫി പറഞ്ഞില്ല, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കുട്ടി. അപ്പൊ അങ്ങനെ അബ്സോർവ് ചെയ്യുന്നൊരു മൈൻഡാണ്. ഓക്കെ, അത് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും. 0 to 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് മെമ്മറി ഷാർപ്പ് ആയിരിക്കില്ല. നമ്മൾ അനുഭവിച്ചതും എല്ലാ കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടായിരിക്കും, നമുക്ക് ഓർമ്മയൊന്നുണ്ടാവില്ല. പക്ഷെ ആഫ്റ്റർ 3 years ആണ് മെമ്മറി ഷാർപ്പ് ആവുന്നതും എല്ലാം നല്ല ഓർമ്മയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അബ്സോർബൻ മൈൻഡ് എന്നുള്ള ഇൻട്രൊഡക്ഷനും അൺകോൺഷ്യസ് മൈൻഡും ആരെങ്കിലും ഒരാൾ വായിക്കും. Absorbent mind. Montessori opined that from birth itself, the child has a mind that is highly absorbing, which means that very experience he goes through will be deposited in the mind of the child with or without his knowledge. The absorbent mind explains the process by which the child gains knowledge from his process or action. The absorbent appears in 2 stages, an unconscious stage and a conscious stage. So the absorbent can be split into unconscious mind 0 to 3 years and conscious mind 3 to 6 years. First one, unconscious mind. When the child is 0 to 3 years old, the child has an unconscious mind. His mind is not formed yet. He learns differently from adults. The adult has knowledge of his environment on which to frame, whereas the child has to start from nothing. It is the absorbent mind that allows him to absorb impressions from the environment unconsciously. He absorbs everything unconsciously, and these facts are saved as impressions in his mind. Through this process, the child assimilated the knowledge or impressions into his psychic life. It is important to understand that impressions do not merely enter his mind, they form it, and they incarnate themselves in him. The knowledge a child absorbs unconsciously prepare the child mind, and in time it will be used by his cognizant mind. The tiny child's absorbent mind finds all its nutrients in its surroundings, especially at the beginning of life. We must therefore make the environment as interesting and attractive as we can by absorbing what he finds in the world as a whole, then analyzing it. The child creates his own mental muscles using what he finds in the world about him. The unconscious mind is complete by a conscious process which slowly awakens and takes from the unconscious what it can offer. The child constructs his mind in this way. Slowly, he establishes memory, the power to understand, and the capacity to reason. By the age of 3, the unconscious preparations necessary for later development and activity is established. The child now embarks on a new mission, the development of his mental function. Before 3,
The functions are being created. After 3, they develop. ഓക്കെ, അബ്സോർബന്റ് മൈൻഡ് എന്താന്ന് നമ്മൾ പറഞ്ഞു. എല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും തൊട്ട് മനസ്സിലാക്കുന്നതും അവർ രുചിച്ച കാര്യങ്ങളും എല്ലാം ആ ഒരു ആദ്യമായിട്ട് ഇങ്ങനെ പുളി രുചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഇത് കിട്ടുമ്പോൾ അവർക്ക് അറിയാം ഇതിന്റെ ടേസ്റ്റ് അതാണ്, അങ്ങനെ അവർക്കത് മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ പിന്നെ തീ ഇങ്ങനെ മെഴുകുതിരിയുടെ കടത്ത് ഇങ്ങനെ പോവും, അടുത്ത വിരലെത്തുമ്പോഴേക്കും ചൂട്, പിന്നെ അവര് അറിയാം അത് ചൂടാണ്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവര് അവരുടെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നു, അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് പിന്നെ ഇന്നർ ഗൈഡ് ആയിട്ട് കുട്ടിയെ ഓരോ ആക്ഷൻസ് ചെയ്യാനും ഏബിൾ ആക്കുന്നത്. അതാണ് അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് പുറത്തു പോകണം എന്ന് പറയുന്നത്. അതാണ് പുറത്തു പോകണം. നമ്മൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങൾ എന്താണോ അങ്ങനെ പോകാം, പാർക്കുകളിൽ കൊണ്ടുപോകാം, ബീച്ചിൽ കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ്, മാരേജോ അങ്ങനെയുള്ള ഫംഗ്ഷൻസ്, സോഷ്യലൈസ് ചെയ്യുന്ന ഫംഗ്ഷൻസിൽ കുട്ടികളെ കൊണ്ടുപോകും. കുട്ടികളെ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്തരുതെന്നൊക്കെ പഴയ ആൾക്കാരും പറയാറുണ്ട്. കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ അബ്സോർബൻ മൈൻഡിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം പിടിച്ചു വെക്കും. ഈ അബ്സോർപ്ഷൻ 2 സ്റ്റേജിലാണ് നടക്കുന്നത്, അൺകോൺഷ്യസ് സ്റ്റേജിലും കോൺഷ്യസ് സ്റ്റേജിലും. ഈ അൺകോൺഷ്യസ് സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കും അന്ന് നടന്ന കാര്യങ്ങൾ. ചില പേടികളൊക്കെ കുട്ടികളിൽ എത്ര പ്രായമായാലും ഉണ്ടാകുന്നത് അങ്ങനെയായിരിക്കും. അതായത് ചിലർക്ക് ഇരുട്ട് പേടിയായിരിക്കും, ചിലർക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക് കയറാൻ, ഇത്തിരി വലുതായാലും ചിലപ്പോൾ ആ പേടി മാറിയിട്ടുണ്ടാവില്ല. പിന്നെ പല്ലി, പാറ്റ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു പേടി ഉണ്ടാവും. അങ്ങനെ പിന്നെ ഇടിമിന്നല്, അതൊക്കെ ചെറുപ്പത്തിലേ ഇങ്ങനെ ഉണ്ടായ എന്തെങ്കിലും ഒരു ട്രൊമാറ്റിക് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ നിലാവ് പേടിയാന്ന് ഒരിക്കലും എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര നിലാവ് പേടിയോ, എല്ലാ ആൾക്കാർക്കും നിലാവ് ഭയങ്കര ഇഷ്ടമാണല്ലോ. നിലാവുള്ള സമയത്ത് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ കവികളൊക്കെ കവിത എഴുതിയിരിക്കുന്നത് കൂടുതലും നിലാവിനെ കുറിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളതൊക്കെ എഴുതിയിരിക്കുന്നത് നിലാവിനെ കുറിച്ചാണല്ലോ. യെസ്, തണ്ടർസ്റ്റോം, ഇങ്ങനെ ഇടി മിന്നലും ഒക്കെ. അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചു, ചിലപ്പോ ഇങ്ങനെ ഈ നിലാവുള്ള സമയത്താണ് നിഴല് കൂടുതൽ കാണുക. ചെടികളുടെ ഒക്കെ നിഴല് മനുഷ്യരെ പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിയെ പോലെയൊക്കെ തോന്നിക്കുന്നത് ഈ നിലാവുള്ള സമയത്ത്. ചെറുപ്പത്തിൽ അങ്ങനെ എന്തെങ്കിലും കണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. അത് ഞാൻ കൂടുതലൊന്നും ചോദിച്ചു നോക്കട്ടെ, എന്താ നിലാവ് പേടി എന്ന് വെച്ചപ്പോ എന്താണെന്നറിയില്ല, എനിക്ക് ചെറുപ്പം തുടങ്ങിയ നിലാവ് പേടിയാന്ന് എന്നോട് പറഞ്ഞു. ഇത്രയും പ്രായമായിട്ടും ആ നിലാവിനോട് ഒരു ഇഷ്ടമോ ഒന്നുമില്ല, പേടിയാ എപ്പോഴും. അത് നമ്മളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുന്നതാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത്. പലപ്പോഴും കാണുന്ന ചില സ്വപ്നങ്ങള് നമുക്ക് ഓർമ്മ വരാതെ, എന്തോ സ്വപ്നം ഞാൻ കണ്ടു പക്ഷെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, തലയും മാലില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചില കാര്യങ്ങളാണ്. നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി തന്നെയാണ്. അങ്ങനെ ഒരു സംഭവമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. പക്ഷെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, നമുക്ക് ബോധം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ റെസ്റ്റ് ആയിരിക്കും അല്ലെ. കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങുമ്പോൾ അത് റെസ്റ്റ് എടുക്കും. അത് മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് 0 to 3 years ഈ സമയത്തും അബ്സോർബ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് ഓർമ്മയുണ്ടാവില്ല. അതിന് കറക്റ്റ് ഒരു ഫ്രെയിം, ഒരു നമ്മൾ ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നില്ല. കാരണം നമ്മുടെ മറവിയിലേക്ക് അത് പോകും. മാം, മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് അങ്ങനെ തന്നെയല്ലേ മാം? മണിച്ചിത്രത്താഴ്. ഓക്കെ. ശോഭനയുടെ കുട്ടിക്കാലം കാണുന്നതൊക്കെ അല്ലെ. ചെറുപ്പം തുടങ്ങി അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന് അങ്ങനെ വലുതാവുമ്പോഴും അതിൻ്റെതായ കുറേ റിഫ്ലക്ഷൻസ് ആ കുട്ടിയുടെ ലൈഫിൽ വരുന്നത്. ഓക്കെ, നമ്മളുടെ മനസ്സ് അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കുട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു അഡൾട്ട് ചെയ്യുന്ന പോലെയല്ല കുട്ടികൾ ചെയ്യുന്നതെന്ന്. ഈവൻ നിങ്ങൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രാക്ടിക്കലി ചെയ്തപ്പോഴും നമ്മളും അത് പറഞ്ഞിരുന്നു. നമ്മളൊരു അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ക്ലാരിറ്റി കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ കൂടെ വന്ന കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യിച്ചു നോക്കിയിരുന്നു അല്ലെ. അതെ മാം. അഡൾട്ട് ഓൾറെഡി നോളജിന്റെ ഒക്കെ പീക്കിൽ എത്തിക്കഴിഞ്ഞു. കുട്ടി പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ കുട്ടി നത്തിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഓരോന്ന് പഠിച്ച് വരുവാണ്.
അത് മനസ്സിലാക്കി നമ്മൾ കുട്ടിയെ ഡീൽ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും സപ്പോർട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മള് കുട്ടികൾ എന്തെങ്കിലും നിനക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ ദാറ്റ്സ് നെഗറ്റീവ് വേയിൽ നമ്മളിൽ നിന്ന് വരും. ഞാനിവിടെ തൊട്ടടുത്ത വീട്ടില് കൊച്ചു കുട്ടികള് UKG-യിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികള്. എന്റെ അമ്മ എപ്പോ കുട്ടികളെ വഴക്ക് പറയുമ്പോഴും ഞാൻ കേൾക്കണത് അത് കേഴ്സിങ്, അതായത് ശപിക്കുന്ന പോലുള്ള വാക്കുകൾ കേട്ടോ. അപ്പൊ ഇങ്ങനെ മോൾ എന്നോട് ചോദിക്കും, അപ്പം അവൾ അങ്ങനെ കേട്ടിട്ടില്ല, അവള് ഈ ക്ലാസ്സിലിരിക്കുന്നതാണ് കേട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടപ്പോ അവൾ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇങ്ങനെയാ പറയണേടോ, കുട്ടികളെ എന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ, എപ്പോഴും കുട്ടികളെ ദേഷ്യം വരുമ്പോ അവരങ്ങനെയാ പറയണേന്ന്. അപ്പൊ അവൾ എന്നോട് അവര് ട്രോമറ്റൈസ്ഡ് ആകില്ലേ, അവർക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെയുള്ളത് ഇങ്ങനെ കേട്ട് കേട്ട് അവരങ്ങ് ഫീഡായിരിക്കുമല്ലേ. നമ്മൾ പറഞ്ഞില്ല എല്ലാം അബ്സോർബ് ചെയ്യുക. എന്റെ അമ്മ ഇങ്ങനെയാണ്, അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുള്ളൂ. അതെനിക്ക് ബ്രോക്കൺ ഫാമിലി കൂടിയാണ്, ആയിട്ട് പിരിഞ്ഞു നിൽക്കുവാണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും കുറെ കൂടെ അവർക്ക് അപ്പൊ ഈ അമ്മയുടെ റെസ്പോൺസിബിലിറ്റി ശരിക്കും അവിടെ കൂടുതലാണ്. കുട്ടികളെ നർച്ചർ ചെയ്യുന്ന കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. പക്ഷെ അവര് എപ്പോഴും വഴക്കുണ്ടാക്കും. അത് കൊച്ചുകുട്ടികളോട് മാത്രല്ല കേട്ടോ, എന്റെ പാരന്റ്സിനോടും അതങ്ങനെ പറയണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ചിലപ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. കാരണം നമ്മൾ അച്ഛനോടും അമ്മോടും ഒന്നും നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. ഇത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റോട് കൂടി. പക്ഷെ അല്ലാത്ത സമയം നോക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അപ്പം ആളുടെ എനിക്ക് തോന്നുന്നു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. എനിക്ക് പലപ്പോഴും പോയി സംസാരിച്ചാലോ എന്നൊക്കെ തോന്നും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലമാണോ ഇല്ല എന്നുള്ളത് മനസ്സിലായിട്ടില്ലല്ലോ. ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര ലവിങ് ആയിട്ട് സംസാരിക്കും, നെക്സ്റ്റ് മൊമെന്റ് ഭയങ്കരമായിട്ട് ഒരു ഇതുപോലെ കേഴ്സിംഗ് ആയിട്ട് അങ്ങനെയുള്ള വാക്കുകളും പറയണേ കേൾക്കാം. ഭയങ്കര ഒച്ചയാണ്. അപ്പൊ അതൊക്കെ നന്നായി പാട്ട് പാടും. ഒത്തിരി പോസിറ്റീവ് ഉള്ള ഒരു കുട്ടിയാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ സംസാരിക്കണം എന്ന് വിചാരിക്കും. കൂടെയുള്ളവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. എനിക്കും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായതേ അവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കേട്ട നമുക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവും, ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. അതവര് അതുമായിട്ട് യൂസ്ഡ് ആയി. പക്ഷെ കുട്ടികൾ അതേ വാക്കുകൾ ഉപയോഗിക്കുന്ന രസമില്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത്. അതെ, കുഞ്ഞുങ്ങളും അതുപോലെ ഉപയോഗിക്കും. അതെ, ആൾക്കാരൊക്കെ നമ്മളന്ന് പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവര് പരസ്പരം അതുപോലെ ചീത്ത പറയണം. അതാണ് ഞാൻ കേട്ടത്. കുട്ടികൾക്ക് അതാണ് ലൈഫ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പാഠമാണ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ആ പ്രശ്നം ഞാൻ പലപ്പോഴും പോകുന്നതാണ്, പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. എനിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉമ്മമാറിയാലും ഇപ്പൊ ആരെങ്കിലും സൗണ്ട് എടുത്ത് സംസാരിച്ചിട്ടൊന്നും നമുക്ക് ശീലമില്ല. അപ്പൊ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അവരത് യൂസ്ഡാ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ കുഞ്ഞു കുട്ടികൾ ഇതുപോലെ തന്നെ മറ്റു കുട്ടികളോട് പറയുന്നതായിട്ട് കേൾക്കും. ഭയങ്കര അതൊരു വല്ലാത്തൊരു പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ മക്കളെ ഇവിടെ ഞാൻ വിളിച്ചു വരും കേട്ടോ. അവിടെ നിൽക്കുമ്പോഴേക്കും വിളിക്കും, ഇവിടെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ വരുമ്പോഴേക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവർ രണ്ടുപേരും പെരുമാറുന്നേ. പക്ഷെ അമ്മയുടെ പ്രസൻസിൽ കുട്ടികൾ ഭയങ്കര വൈകാറ്റാണ്. അങ്ങനത്തെ ഇത് അമ്മമാരെന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും അധികം പങ്ക് അമ്മമാരുടെ ഇതാണ്, ഇടപെടലുകളാണല്ലേ. അപ്പൊ അവിടെ ശരിക്കും നല്ലൊരു വീഴ്ച സംഭവിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, ഈവൻ അവരുടെ അക്കാദമിക്സ് ഒക്കെ വളരെ മോശമാണ് കുട്ടികളുടെ. കാര്യം ചെറിയ കുട്ടികളാണ്, കുഴപ്പമില്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അക്കാദമിക്സ് ഇമ്പോർട്ടന്റ് തന്നെയാണല്ലോ. ആ അക്കാദമിക്സിലും വളരെ ലോ ആണ് കുട്ടികൾ. കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഇമ്പാക്ട് കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇപ്പൊ നമ്മള് കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ കുട്ടിയുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഉമ്മാനോട് പറയുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കെന്താ അങ്ങനെ പറഞ്ഞാല്, അവരവരുടെ ഉമ്മയോട് അങ്ങനെ പറയുമ്പോൾ അവർക്കത് പ്രശ്നമില്ലല്ലോ. ആ ഒരു മൈൻഡ് കുട്ടികൾക്കും വരും. കുട്ടികൾ കുട്ടികളത് വേഗം ഗ്രാൻഡ് പാരന്റ്സിനോട് ഇതുപോലെ തന്നെ പെരുമാറുവാണ്. ഈ അമ്മ ചെയ്യുന്ന പോലെ തന്നെ നേരെ ഗ്രാൻഡ് പാരന്റ്സിനോട് കുട്ടികളും പെരുമാറും. അതും കാണാറുണ്ട്. അതും കാണുമെന്ന് ഒത്തിരി വല്ലാത്തൊരു വിഷയം. അത് മാത്രല്ല, അവര് പറയുമ്പോ അവരുടെ അമ്മമാരുടെ റിയാക്ഷൻസ് നോർമലി ആവുമ്പോ അവർക്ക് അതൊരു അതിശയം പോലെ, അവരെ അമ്മക്ക് അത് പ്രശ്നമില്ലല്ലോ, നമ്മുടെ ഉമ്മാക്കല്ലേ ഇങ്ങനെ പറഞ്ഞ പ്രശ്നമുള്ളൂ എന്നുള്ള ഒരു തോട്ട് അവരെ മനസ്സിലേക്ക് വരും. ആ ഒരു പ്രശ്നം ഉണ്ടാവും. എന്നിട്ട് ഞാൻ ചില കോഴ്സസ് ഒക്കെ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ചില സെൽഫ് ലവ്, സെൽഫ് കെയർ അങ്ങനെ വരുന്ന ചില കോഴ്സസ് ഒക്കെ, നല്ല കോഴ്സസ് ഒക്കെ. അത് അങ്ങനെ ജോയിൻ ആവണമെന്നില്ല. വൺസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ മോണ്ടിസോറിന് ജോയിൻ ആവാൻ പറഞ്ഞിരുന്നു ആ കുട്ടിയോട്. കുറെ പറഞ്ഞു, വീട്ടില് സ്പേസ് ഉണ്ട്, വീട്ടിൽ തന്നെ ഒരു സ്കൂള് പോലെ അതിനൊരു വരുമാനം ആകുമല്ലോ. അതിന് പാട്ടും നന്നായിട്ട് പാട്ടറിയാം, ഡാൻസ് അറിയാം. പിന്നെ
ഒരു ചെറിയൊരു ഡേ കെയർ പോലെ സ്കൂൾ പോലെ അതിനെ തുടങ്ങാവുന്നതേ ഉള്ളൂ. അതിന് പറ്റിയൊരു ഏരിയ ആണ്. മോണ്ടിസോറിയിൽ വരുമ്പോ തന്നെ കുറെ മാറ്റങ്ങൾ വരുമല്ലോ. അങ്ങനെ വിചാരിച്ചൊക്കെ പറഞ്ഞു ആ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയ സമയത്ത്. ബട്ട് സമയമായിട്ടുണ്ടാവില്ല. ബേബി എപ്പോഴെങ്കിലും ഒരു ട്രിഗർ കിട്ടി അത് എന്തെങ്കിലും അങ്ങനെ ജോയിൻ ആവുമായിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് നമ്മുടെ അബ്സോർബന്റ് മൈൻഡിനെ കുറിച്ചാണ്. അപ്പൊ കുട്ടികളെല്ലാം പിടിച്ചടക്കും. അതുകൂടെ ഓർക്കാം. പാരന്റ്സ് വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് അങ്ങനെ ഉണ്ടാവുമ്പോ തന്നെയും അത് അവരെ വല്ലാതെ ബാധിക്കും. ഈ ബാച്ചിൽ നിന്നാണോ പറഞ്ഞത്, ഏതോ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞതാണ്, നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ടീച്ചിങ് പ്രാക്ടീസിന് സ്കൂളിൽ ചെന്നപ്പോ അവിടെ ഒരു കുട്ടി ഭയങ്കര മൂടിയായിട്ട് പിന്നെ ടെൻഷൻ പിടിച്ച് കരച്ചിന്റെ വക്കിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നു. LKG കാരനാന്ന് ഓർക്കണം, ഒരു ആൺകുട്ടി. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, അവൻ പറഞ്ഞതാണ് ഇവന്റെ അച്ഛൻ എന്നും കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കും. കുഞ്ഞ് ചെറുപ്പം തുടങ്ങിയേ കാണുന്നത് ഇതാ. അവന്റെ ഉള്ളിൽ അതിങ്ങനെ ഫീഡായിട്ടിരിക്കുക. അപ്പൊ അവന്റെ കൺസേൺ, അവന്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ സ്കൂളിൽ വരുമ്പോ അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക. അപ്പൊ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് എന്റെ അമ്മയെ തല്ലുന്നുണ്ടോ? ആ 4 വയസ്സുകാരന്റെ മനസ്സിലുണ്ടായ മുറിവും അവന്റെ ടെൻഷനും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് മറ്റ് ഫ്രണ്ട്സുമായിട്ട് കളിച്ച് ചിരിച്ച് ഹാപ്പി ആയി നടക്കുന്ന ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന സ്ട്രെസ്. നമ്മള് കുട്ടികള് പല രീതിയിലേക്കും വഴിതെറ്റി പോവാനുള്ള ചില കാരണങ്ങളൊക്കെ ഇതാകാം. അങ്ങനെ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ ഒരു ഇതില് കാരണം ആ ഒരു ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞ് അനുഭവിച്ച ആ ഒരു സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് എവറി ഡേ. അവൻ സ്കൂളിൽ വരുമ്പോൾ അവൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ കൂട്ടുകാരുമായിട്ട് അവന് കൂടാൻ പറ്റുന്നില്ല. അവന്റെ ചിന്ത മുഴുവനും ഇതാ, എന്റെ അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുവാണോ? ഈ ഒരു ചിന്ത മുഴുവനാണ് ആ കുട്ടിയുടെ മനസ്സിൽ. അത് കേട്ടപ്പോ നല്ല വിഷമം തോന്നി. എവിടെയാണെന്ന് തോന്നി. കേട്ടപ്പോ ഒരു വിഷമം തോന്നി. എങ്ങനെ അത് ശരിയാക്കും എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാരന്റ്സിനെ വിളിച്ചൊരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അതേ നടക്കുള്ളൂ. അതായത് അയാള് തീരുമാനിക്കണം. മദ്യപാനം അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ അവനവൻ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അവനവൻ ആണ് തീരുമാനിക്കേണ്ടത്. കാരണം അത് കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ മാറിയ എത്രയോ പാരന്റ്സ് ഉണ്ടാവും അല്ലെ. കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ആവാൻ പാടില്ല, ഞാനൊരു റോങ് മെസ്സേജ് കുട്ടിയിലേക്ക് കൊടുക്കരുതെന്നൊക്കെ അവനവൻ ആ ഒരു പാരന്റ്സ് തോന്നണം. നമുക്കവിടെ അങ്ങനെയുള്ള ഇടപെടലുകൾ നടത്താനേ പറ്റുള്ളൂ. അതൊക്കെ ഒരു ഭയങ്കര വിഷമമായിട്ട് തോന്നി. ഓക്കെ ഫൈൻ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സില്. നാളെ 7:30-ക്കാണ് കേട്ടോ ക്ലാസ്. ചിലപ്പോ ഞാനൊരു 9 o'clock വരെ എടുക്കുമായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്തോളൂ നിങ്ങളുടെ മറ്റു പേഴ്സണൽ കാര്യങ്ങള്. എന്തോ നാളെ 12 o'clock തീരെ ക്ലാസ് ഉണ്ടാവില്ല. 12 to 1 ക്ലാസ് ഞാൻ അങ്ങനെ ടൈം മാറ്റിയേക്കുവാണ് 7:30-ലേക്ക് ഈവനിങ്. മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് ഉണ്ട്. ഞാൻ നേരിട്ട് വന്നുകൊണ്ട് ഞാൻ പേഴ്സണലി അറിയിച്ചതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.